സ്വാഗതം. ദ എയ്ഡം റിസാല അപ്ഡേറ്റ് സ്പെഷ്യൽ ഇൻ്റർവ്യൂവിൽ ഇന്ന് നമുക്കൊപ്പമുള്ളത് പ്രൊഫസർ MV നാരായണനാണ്. അദ്ദേഹം കാലടി സംസ്കൃത സർവകലാശാലയുടെ വൈസ് ചാൻസലർ പദവിയിൽ നിന്ന് പുറത്താക്കപ്പെട്ട വ്യക്തിയാണ്. പുറത്താക്കപ്പെട്ടത് എന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടി വരും. ചാൻസലറുടെ ചുമതലയുള്ള ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാൽ പുറത്താക്കപ്പെട്ട ഡോക്ടർ MV നാരായണനാണ് ഈ സ്പെഷ്യൽ ഇൻ്റർവ്യൂവിൽ അതിഥി. സ്വാഗതം. ഞാനിപ്പോൾ പരിചയപ്പെടുത്തിയത് പുറത്താക്കപ്പെട്ട അല്ലെങ്കിൽ ചാൻസലർ പുറത്താക്കിയൊരു വൈസ് ചാൻസലർ എന്നാണ് പരിചയപ്പെടുത്തിയത്. ഈ പുറത്താക്കുക എന്ന് പറയുമ്പോൾ സാധാരണഗതിയിൽ മനുഷ്യർ മനസ്സിലാക്കുക ഈ പുറത്താക്കപ്പെട്ട ആൾക്ക് എന്തോ അയോഗ്യതയുണ്ട്, അല്ലെങ്കിൽ അയാൾ ക്രമവിരുദ്ധമായി എന്തോ ചെയ്തു, അല്ലെങ്കിൽ അയാൾ ചട്ടവിരുദ്ധമായി എന്തോ ചെയ്തു എന്നാണ് സാധാരണഗതിയിൽ മനസ്സിലാക്കപ്പെടുക. അപ്പോൾ ഈ പുറത്താക്കുക എന്ന് പറയുന്നൊരു കാര്യം നമുക്കൊന്ന് വിശദീകരിക്കേണ്ടതുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ശരിയാണ്. സാധാരണ നിലയ്ക്ക് പുറത്താക്കുക ഏതെങ്കിലും തരത്തിലെ അയോഗ്യത അല്ലെങ്കിൽ ക്രമവിരുദ്ധമായ ഏതെങ്കിലും ചെയ്യുമ്പോഴാണ് അത് സംഭവിക്കാറ്. ഈ വിഷയത്തിൽ അത്തരമൊരു കാര്യമേ അല്ല ഉണ്ടായിരിക്കുന്നത്. എൻ്റെ അതേപോലെ ബാക്കിയുള്ള വൈസ് ചാൻസലർമാരുടെ നിയമനത്തിൽ സാങ്കേതികമായ പിഴവുകളുണ്ട് എന്ന് കണ്ടെത്തിയാണ് പുറത്താക്കിയിരിക്കുന്നത്. ഈ വൈസ് ചാൻസലർമാരിൽ ഒരാൾക്ക് പോലും യോഗ്യതയില്ലായ്മയോ, അതായത് വൈസ് ചാൻസലർക്ക് വേണ്ട യോഗ്യത എന്ന് പറയുന്നത് 10 കൊല്ലത്തെ പ്രൊഫസർ സർവീസ്, ഉന്നതമായ തലത്തിൽ അക്കാഡമിക്കായിട്ടുള്ള സംഭാവനകൾ, സ്കോളർഷിപ്പ്, ഇന്ത്യയിലും വിദേശത്തുമുള്ള അധ്യാപന പരിചയം, ഇത്തരത്തിലുള്ള ഒരു മാനദണ്ഡത്തിലും ഈ വൈസ് ചാൻസലർമാർക്ക് ആർക്കും ഒരു യോഗ്യത കുറവുമില്ല. മാത്രമല്ല, ഈ തിരഞ്ഞെടുക്കപ്പെട്ട വൈസ് ചാൻസലർമാരിൽ എല്ലാവരും തന്നെ ഈ ഒരു സിലക്ഷൻ പ്രോസസ്സിനൊക്കെ മുമ്പേ തന്നെ വളരെ ഉന്നതമായ നിലവാരം പുലർത്തുന്ന അക്കാദമിക്കുകളായിട്ട് നാഷണലി ആൻഡ് ഇൻ്റർനാഷണലി അംഗീകരിക്കപ്പെട്ടിട്ടുള്ള ആൾക്കാരാണ്. പിന്നെ എന്താണ് ഇതിലെ പ്രശ്നം എന്ന് ചോദിച്ചാൽ, UGC റെഗുലേഷൻസിന് നിരക്കുന്ന രീതിയിലല്ല ഈ പ്രൊസീജിയർ നടന്നിരിക്കുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ സിലക്ഷൻ പ്രോസസ്സിൽ സാങ്കേതികമായ പിഴവുകളുണ്ട് എന്നുള്ളതാണ്. അതിൽ 2 വിഷയങ്ങളാണ് പ്രധാനമായിട്ട് വന്നിരിക്കുന്നത്. ഒന്ന്, UGC നിഷ്കർഷിക്കുന്ന ഒരു സിലക്ഷൻ കമ്മിറ്റിയുണ്ട്. ആ സിലക്ഷൻ കമ്മിറ്റിയുടെ രൂപീകരണം, അതിലാരൊക്കെ ഉൾക്കൊള്ളണം എന്നതാണ്. രണ്ടാമത്തത്, എത്ര ആളുകളുടെ പേര് ചാൻസലർക്ക് ഈ സിലക്ഷൻ കമ്മിറ്റി സമർപ്പിക്കണം എന്നതാണ് വിഷയം. UGC പറയുന്നു 3 ആളുകളാണ് സിലക്ഷൻ കമ്മിറ്റിയിൽ ഉണ്ടാവേണ്ടത്. ഒന്ന് ചാൻസലറിൻ്റെ നോമിനി ആയിരിക്കണം, 2 യൂണിവേഴ്സിറ്റിയുടെ നോമിനി ആയിരിക്കണം, 3 UGCയുടെ നോമിനി ആയിരിക്കണം. ഈ 3 ആളുകളും വളരെ ഉന്നതമായ നിലയിൽ അക്കാഡമിക്കുകളായിരിക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഡോക്ടർ ജയരാജിൻ്റെയും മറ്റ് പലരുടെയും കാര്യങ്ങളിൽ സംസ്ഥാനത്തിൻ്റെ ചീഫ് സെക്രട്ടറി സെലക്ഷൻ കമ്മിറ്റിയിൽ അംഗമായിരുന്നു. അത് നിയമപരമായി ശരിയല്ല, അദ്ദേഹം അക്കാദമിക് അല്ല എന്നതാണ് ഒരു ഒബ്ജക്ഷനായിട്ട് വന്നേക്കണേ. എൻ്റെ കാര്യത്തിൽ ഒരു പേര് മാത്രമേ സമർപ്പിച്ചിട്ടുള്ളൂ. 3 തൊട്ട് 5 പേരുടെ പേരുകൾ സമർപ്പിക്കണം എന്നതാണ് UGC റെഗുലേഷൻ. പക്ഷേ ശ്രീ ശങ്കരാചാര്യ യൂണിവേഴ്സിറ്റി ആക്ട് പ്രകാരം എല്ലാവരും ഈ സിലക്ഷൻ കമ്മിറ്റിയിലെ ആളുകൾ ഐകകണ്ഠേന ഒരാളുടെ പേര് കൊടുക്കുകയാണെങ്കിൽ അതാണ് ആദ്യത്തെ ചോയ്സായിട്ട് പറയുന്നത്. അങ്ങനെ ഐകകണ്ഠേന ചെയ്യാൻ നിവൃത്തിയില്ലാതെ വരികയാണെങ്കിൽ 3 പേരുടെ പേര് കൊടുക്കാം എന്ന് ആക്ട് പറയുന്നുണ്ട്. അപ്പോൾ ഇതിലെ അടിസ്ഥാനപരമായ നിയമപ്രശ്നം എന്നത് UGC റെഗുലേഷൻസിനാണോ സംസ്ഥാന നിയമസഭ പാസ്സാക്കിയിട്ടുള്ള സംസ്ഥാനത്തെ സർവകലാശാലകളുടെ ആക്റ്റുകൾക്കാണോ കൂടുതൽ പ്രാബല്യം എന്നതാണ് ചോദ്യം. അപ്പോൾ കേരള ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഡോക്ടർ രാജശ്രീയെ സുപ്രീം കോടതി പുറത്താക്കിയ ഘട്ടത്തിൽ അതിനകത്ത് ഈ UGCയുടെ നിയമാവലിയും ടെക്നിക്കൽ യൂണിവേഴ്സിറ്റിയുടെ നിയമാവലിയും തമ്മിൽ യാതൊരു കോൺഫ്ലിക്റ്റും ഉണ്ടായിരുന്നില്ല. ഇതിൻ്റെ അടിസ്ഥാനം സെൻട്രൽ ലെജിസ്ലേഷൻ സ്റ്റേറ്റ് ലെജിസ്ലേഷനേക്കാളും കൂടുതൽ പ്രാമുഖ്യമേറുന്നു എന്ന് പറയുന്ന ഒരു ആശയത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. പക്ഷേ ആ നിയമത്തിൽ, ആ വിധിയിൽ സുപ്രീം കോടതി UGC റെഗുലേഷൻസ് എപ്പോഴും പ്രിവെയിൽ ചെയ്യും, അതിൻ്റെ ബാക്കി സംസ്ഥാന നിയമങ്ങളെക്കാൾ അതിന് പ്രാബല്യമുണ്ടാവും എന്ന് വ്യക്തമാക്കുകയുണ്ടായി. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ചാൻസലർ ഇവിടെ ഈ നടപടിക്രമങ്ങൾ ആരംഭിച്ചത്. എല്ലാ യൂണിവേഴ്സിറ്റികളുടെയും വൈസ് ചാൻസലർമാരുടെ കാര്യമെടുത്ത് ഇവരിൽ എന്തെങ്കിലും പാകപ്പിഴയുണ്ടായിട്ടുണ്ടോ, പുറമേ ഈ സെലക്ഷൻ കമ്മിറ്റിയിൽ ചീഫ് സെക്രട്ടറി ഉണ്ടോ,
എത്ര പേരുടെ പേര് സമർപ്പിച്ചു മുതലായ കാര്യങ്ങൾ എടുത്തിട്ട് ചെയ്യുകയാണ് ഉണ്ടായത്. അപ്പോൾ അതിൽ ഏറ്റവും രസകരമായ കാര്യമെന്ന് പറയുന്നത് ഇത് മുഴുവനും ക്ഷണിച്ചതും അപേക്ഷ ക്ഷണിച്ചതും ഈ സെലക്ഷൻ കമ്മിറ്റിയെ കൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തതും അത് കഴിഞ്ഞിട്ട് അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചതും ഞങ്ങളെയൊക്കെ അപ്പോയിൻ്റ് ചെയ്തതും ഇദ്ദേഹം തന്നെയാണ്. എന്നിട്ട് അദ്ദേഹം തന്നെയാണ് തിരിഞ്ഞ് ഇതൊക്കെ തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ പുറത്താക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഈ ചട്ടങ്ങളനുസരിച്ചാണോ കമ്മിറ്റി രൂപീകരിക്കുന്നത്? കമ്മിറ്റിയുടെ റെക്കമെൻഡേഷൻ UGC ചട്ടങ്ങൾ പ്രകാരമുള്ളതാണോ? ഈ നിർദ്ദേശിക്കപ്പെട്ടതിൽ തന്നെ UGC റെഗുലേറ്റ് ചെയ്യുന്ന മാനദണ്ഡങ്ങളൊക്കെ പാലിക്കുന്ന ആളാണോ ഉള്ളത്? ഇതൊക്കെ പരിശോധിക്കുക എന്നുള്ള ഉത്തരവാദിത്തം ചാൻസലറുടേതല്ലേ? അതിനു മുൻപ് ഈ കമ്മിറ്റിയിൽ UGC റെപ്രസെൻറ്റേറ്റീവ് ഉണ്ട്. ഇതൊക്കെ അനുസരിച്ചിട്ടാണോ ഇത് ചെയ്തിരിക്കുന്നത് എന്ന് പരിശോധിക്കാനാണല്ലോ UGC റെപ്രസെൻറ്റേറ്റീവ്. UGC റെപ്രസെൻറ്റേറ്റീവും കൂടി അടങ്ങിയ കമ്മിറ്റിയാണ് എൻ്റെ ഒറ്റ പേര് കൊടുത്തത്. അത് കഴിഞ്ഞ് ചാൻസലർക്ക് അത് പരിശോധിച്ച് അത് തൃപ്തികരമല്ല എന്നുണ്ടെങ്കിൽ മടക്കി കൊടുക്കുകയോ അല്ലെങ്കിൽ നിരസിക്കുകയോ ഒക്കെ ചെയ്യാമായിരുന്നു. ആ ഘട്ടത്തിൽ ഒന്നും ചെയ്യാതിരിക്കുകയും അത് കഴിഞ്ഞ് പിന്നീടൊരു ഘട്ടത്തിൽ ഇത് മുഴുവനും തെറ്റാണ് എന്ന് പറഞ്ഞുകൊണ്ട് നിലപാടെടുക്കുകയും ചെയ്യുന്നത്. അദ്ദേഹത്തിന് ഇടപെടാൻ ധാരാളം സാധ്യതകളുണ്ടായിട്ടും അദ്ദേഹം അതൊന്നും ചെയ്യാതിരിക്കുകയും പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ ഈ രാജശ്രീ വിധിയുടെ അടിസ്ഥാനത്തിൽ ഇവിടെയുള്ള വൈസ് ചാൻസലർമാരുടെയൊക്കെ നിയമനം തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് നടപടി സ്വീകരിക്കാനുണ്ടായിരിക്കുന്നത്. അപ്പോൾ അതിൽ യഥാർത്ഥത്തിൽ വ്യക്തിപരമായി എന്നോട് ചോദിക്കുകയാണെങ്കിൽ ഈ നിയമിക്കപ്പെട്ട വൈസ് ചാൻസലർമാരുടെ ഭാഗത്ത് യാതൊരു തെറ്റുമില്ല. ഒന്നുകിൽ അവർ നോമിനേറ്റ് ചെയ്യപ്പെട്ടു, മറ്റാരെങ്കിലും പേര് കൊടുത്തു, അല്ലെങ്കിൽ അവർ അപേക്ഷിച്ചു. ഇത്രയേ തെറ്റേ അവർ ചെയ്തിട്ടുള്ളൂ. അല്ലാണ്ട് അവരുടെ ഭാഗത്ത് നിന്ന് യാതൊരു തരത്തിലുള്ള പാകപ്പിഴയില്ല. പിന്നെ എന്തെങ്കിലും തെറ്റ് വരുത്തിയിട്ടുണ്ടെങ്കിൽ അത് കമ്മിറ്റി ആയിരിക്കാം, അല്ലെങ്കിൽ ചാൻസലറാണ്. അദ്ദേഹം വരുത്തിയ തെറ്റിന് ബാക്കിയുള്ളവർ, ഞങ്ങളെപ്പോലെയുള്ളവർ അപഹാസ്യരാവുക, മാധ്യമങ്ങളുടെ മുമ്പിൽ നമ്മൾ യോഗ്യരല്ല, പൊതുജനത്തിൻ്റെ മുമ്പിൽ യോഗ്യരല്ല ചിത്രീകരിക്കപ്പെടുക എന്ന് പറയുന്നത് വളരെ നിർഭാഗ്യകരമായിട്ടുള്ളൊരവസ്ഥയാണ് ഉണ്ടായിരിക്കുന്നത്. ഇത് പറയുമ്പോഴേ നമ്മൾ ഇതൊരു നിയമത്തിൻ്റെ പ്രശ്നമാണോ അതോ നിയമത്തെ രാഷ്ട്രീയമായി ഉപയോഗിക്കുന്നതിൻ്റെ പ്രശ്നമാണോ? ഇത് രണ്ടും ഉണ്ട് എന്ന് ഞാൻ വിചാരിക്കും. രണ്ടും ഉണ്ട്. നിയമത്തിൻ്റെ പ്രശ്നമെന്ന് പറയുന്നത് അടിസ്ഥാനപരമായി ഇത് നിയമത്തിൻ്റെ പ്രശ്നമാണ്. കാരണം UGC എന്ന് പറയുന്നത് പാർലമെൻറ്റിൽ രൂപീകരിച്ചിട്ടുള്ള ഒരു ബോഡിയാണ്, ഒരു എക്സിക്യൂട്ടീവ് ബോഡിയാണ്. UGCയെ രൂപീകരിക്കാനുള്ള ഒരു ആക്ടുണ്ട്, UGC ആക്ട്. അതിൽ UGCയുടെ അധികാരങ്ങൾ എന്താണ് എന്ന് വ്യക്തമായിട്ട് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. അതുപ്രകാരം കോഓർഡിനേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, നിലവാരങ്ങൾ ഉറപ്പുവരുത്തുക യൂണിവേഴ്സിറ്റികളിൽ, അതാണ് UGCയുടെ ചുമതല. അത് തന്നെ സർവകലാശാലകളുമായി ആലോചിച്ച് ഇൻ കൺസൾട്ടേഷൻ വിത്ത് യൂണിവേഴ്സിറ്റീസാണ് ഇത് ചെയ്യേണ്ടത്. അത്തരം കൺസൾട്ടേഷനൊക്കെ ഇല്ലാതെയായി പോയി എന്ന് മാത്രമല്ല, അതിനപ്പുറം പോകുന്ന രീതിയിൽ UGCയെ ഏൽപ്പിച്ച 3 പ്രധാനപ്പെട്ട മേഖലകളുണ്ട്. ടീച്ചിങ്, റിസർച്ച് ആൻഡ് എക്സാമിനേഷൻ. അധ്യാപനം, ഗവേഷണം, പരീക്ഷകൾ. ഈ 3 കാര്യങ്ങളിൽ മാത്രമേ UGCക്ക് നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളൂ. പക്ഷേ അതിനപ്പുറം പോയി മറ്റ് പല കാര്യങ്ങളിലും ഇടപെടുന്നൊരു സാഹചര്യം വന്നിരിക്കുന്നത്. അപ്പോൾ അധ്യാപകരുടെ ക്വാളിഫിക്കേഷൻസ് എന്തായിരിക്കണം, അവരെ അപ്പോയിൻ്റ് ചെയ്യേണ്ട രീതി എന്തായിരിക്കണം മുതലായ കാര്യങ്ങൾ അവർക്ക് നോക്കാം. പക്ഷേ അതേസമയം ടെറിട്ടോറിയൽ ജൂറിസ്ഡിക്ഷൻ, ഒരു യൂണിവേഴ്സിറ്റിയുടെ വ്യാപനം എവിടെയായിരിക്കണം, എന്തെല്ലാം കോഴ്സുകൾ തുടങ്ങണം, ഏതെല്ലാം മറ്റ് യൂണിവേഴ്സിറ്റികളായിട്ട് കൊളാബറേഷൻ ഉണ്ടാക്കാം, ഇത്തരത്തിലുള്ള പല കാര്യങ്ങളും UGCയുടെ അധികാരപരിധിയിൽ വരുന്നതല്ല. അതൊക്കെ യൂണിവേഴ്സിറ്റിയുടെ ഓട്ടോണമിയുടെ ഭാഗമാണ്. അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ടത് ഭരണക്രമമാണ്. ഗവേണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷൻ യൂണിവേഴ്സിറ്റിയുടെ അധികാര പരിധിയിൽ വരുന്നതേയല്ല. ഉദാഹരണത്തിന് UGCയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല. ഉദാഹരണത്തിന് ആരായിരിക്കണം ചാൻസലർ, എന്തായിരിക്കണം സിൻഡിക്കേറ്റ് അല്ലെങ്കിൽ എക്സിക്യൂട്ടീവ് കൗൺസിലിൻ്റെ രൂപീകരണം, അതിൻ്റെ ഘടന എന്തായിരിക്കണം, ആരായിരിക്കണം രജിസ്ട്രാർ, അതിൻ്റെ അപ്പോയിൻമെൻറ്റ് എങ്ങനെയാണ്, കൺട്രോളർ ഓഫ് എക്സാമിനേഷൻ, ഫിനാൻസ്, സെനറ്റ്, ഇതൊന്നും UGCയുടെ അധികാര പരിധിയിൽ വരുന്നതല്ല. ഇതിനെല്ലാം നിയമങ്ങൾ ഉണ്ടാക്കാനുള്ള അധികാരം സംസ്ഥാന നിയമസഭയ്ക്കാണ്. അത്തരത്തിലുള്ള നിയമങ്ങൾ ഉണ്ടാക്കുകയും ചെയ്തിട്ടുണ്ട്. വൈസ് ചാൻസലർമാരുടെ നിയമനത്തിനെക്കുറിച്ചും ഈ സംസ്ഥാന നിയമസഭകൾ നിയമങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അത് യൂണിവേഴ്സിറ്റികളുടെ ആക്ടിൻ്റെ ഭാഗമാണ്.
പക്ഷേ അതിനകത്തേക്ക് കടന്നു കയറി വൈസ് ചാൻസലർമാരെ നിയമിക്കാനുള്ള റെഗുലേഷൻസ് കൂടി UGC ഉണ്ടാക്കിയിരിക്കുകയാണ്. ചുരുക്കത്തിൽ നിയമഭാഷയിൽ പറയുകയാണെങ്കിൽ അത് UGCക്ക് കൊടുത്തിരിക്കുന്ന അധികാരത്തിന് അൾട്രാ വൈറസാണ്, ആക്ടിന് അൾട്രാ വൈറസാണ്. ഇതാണ് ഒരു വിഷയം. രണ്ടാമതൊരു വിഷയം എന്ന് പറയുന്നത് ഒരു പാർലമെൻ്ററി സിസ്റ്റത്തിനകത്തുള്ള വളരെ അടിസ്ഥാനപരമായൊരു നിയമപ്രശ്നമുണ്ട്. അതായത് കൺകറൻറ്റ് ലിസ്റ്റിൽ വരുന്ന കാര്യങ്ങൾ, കേന്ദ്രത്തിൻ്റെയും സംസ്ഥാനത്തിൻ്റെയും തുല്യമായ അവകാശമുള്ള കാര്യങ്ങളിൽ കേന്ദ്രവും നിയമം ഉണ്ടാക്കുന്നു, സംസ്ഥാനവും നിയമം ഉണ്ടാക്കുന്നു. അതിൽ ഇവ തമ്മിൽ സംഘർഷം ഉണ്ടായിട്ടുണ്ടെങ്കിൽ കേന്ദ്ര നിയമത്തിനായിരിക്കും പ്രാബല്യം എന്ന് ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. പക്ഷേ പാർലമെൻറ്റിൻ്റെ നിയമത്തിനോടൊപ്പം തന്നെ പാർലമെൻറ്റ് രൂപീകരിക്കുന്ന ഇത്തരം എക്സിക്യൂട്ടീവ് ബോഡീസ് ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ ഉദാഹരണം UGC അല്ലെങ്കിൽ NCERT അല്ലെങ്കിൽ നാഷണൽ ഹൈവേ അതോറിറ്റി, ഇവരൊക്കെ അവരുടേതായ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഉണ്ടാക്കും. ഇതൊന്നും ഒരിക്കലും പാർലമെൻറ്റിൽ ചർച്ച ചെയ്യുന്നില്ല, വോട്ടെടുക്കപ്പെടുന്നില്ല. അതുകൊണ്ട് ദേ ആർ കോൾഡ് സബോർഡിനേറ്റ് ലെജിസ്ലേഷൻസ്. അവ സെൻട്രൽ ലെജിസ്ലേഷൻ്റെ ഭാഗമായിട്ടാണ് പരിഗണിക്കപ്പെടാറ്. പക്ഷേ ആ സെൻട്രൽ ലെജിസ്ലേഷൻ്റെ ഭാഗം എന്ന നിലയ്ക്ക് പാർലമെൻറ്റ് ചർച്ച ചെയ്യാതെ വോട്ടെടുക്കാതെ ജനാധിപത്യ പ്രക്രിയയിലൂടെ കടന്നു പോകാത്ത എക്സിക്യൂട്ടീവ് ഉണ്ടാക്കുന്ന ഇത്തരം നിയമങ്ങൾ സംസ്ഥാന നിയമസഭ പാസാക്കുന്ന പ്ലീനറി ലെജിസ്ലേഷനേക്കാളും പ്രധാനമാണ് എന്ന രീതിയിലേക്ക് അത് മാറുമ്പോഴുള്ള പ്രശ്നമാണ് ഇതിനകത്ത് ഉണ്ടായിരിക്കുന്നത്. നിയമപരമായിട്ട് അത് തന്നെയാണ് അതിൻ്റെ വിഷയം. അത് കുറച്ചും കൂടി വിശദമായിട്ട് പറയുകയാണെങ്കിൽ അവിടെ നടക്കുന്നത് യഥാർത്ഥത്തിൽ നിയമമുണ്ടാക്കാനുള്ള അധികാരം നിയമസഭയ്ക്കും പാർലമെൻറ്റിനുമാണ്. ആ നിയമം ശരിയാണോ, തിരുത്തേണ്ട ആവശ്യമുണ്ടോ എന്ന് നോക്കേണ്ട ചുമതല കോടതികൾക്കാണ്. ഈ രണ്ടിൻ്റെയും അധികാരത്തിലേക്ക് കടന്നു കയറുകയാണ് ഇപ്പോൾ എക്സിക്യൂട്ടീവ് ചെയ്യുന്നത്. അത് നിയമപരമായിട്ടുള്ളൊരു പ്രശ്നമാണ്. പക്ഷേ പാർലമെൻ്ററി പ്രോസസ്സ് പൊളിറ്റിക്കൽ ആയിട്ടുള്ളൊരു സംസ്കാരത്തിൽ, ജനാധിപത്യപരമായൊരു സംസ്കാരത്തിൽ വളരെ ഗൗരവമായൊരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കൂടിയാണ്. ആരാണ് നിയമങ്ങൾ നിർമ്മിക്കേണ്ടതെന്നുള്ളത്. യൂണിവേഴ്സിറ്റിയുടെ കാര്യത്തിൽ ഒരു കാര്യം കൂടി വരുന്നുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിയും ഓരോ എൻറ്റിറ്റിയാണ്. എല്ലാം ഒരേ സ്വഭാവത്തിലുള്ളതുമല്ല. ഓരോ വ്യത്യസ്തമായ ഉദ്ദേശങ്ങളോടുകൂടി, വ്യത്യസ്തമായ ലക്ഷ്യങ്ങളോടുകൂടി ഓരോ ചരിത്രഘട്ടത്തിൽ നിർമ്മിക്കപ്പെട്ടവയാണ്, രൂപീകരിക്കപ്പെട്ടവയാണ് യൂണിവേഴ്സിറ്റികൾ. അവയ്ക്കൊക്കെ തന്നെ അവയുടേതായ ഇൻഡിവിജ്വൽ ഓരോന്നിനും വേറെ വേറെ ആക്റ്റുകളും നിയമങ്ങളും ഉണ്ട്. ഒന്നിൻ്റെ പോലെയല്ല മറ്റൊന്ന്. അതേപോലെ തന്നെ യൂണിവേഴ്സിറ്റിയുടെ സ്വാതന്ത്ര്യമുണ്ട്. ഓരോ യൂണിവേഴ്സിറ്റിയും അതിൻ്റെ അനുസരിച്ചിട്ടാണല്ലോ ചെയ്യേണ്ടത്. ഒരു ടെക്നോളജി യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുന്ന പോലെയല്ല ഹ്യൂമാനിറ്റീസിൻ്റെയും സോഷ്യൽ സയൻസസിൻ്റെയും യൂണിവേഴ്സിറ്റി പ്രവർത്തിക്കുക. അതിൻ്റെ ഗവേഷണത്തിൻ്റെയും അധ്യാപനത്തിൻ്റെയും ഒക്കെ സ്വഭാവം വ്യത്യസ്തമായിരിക്കും. പക്ഷേ അവയെല്ലാം ഒരൊറ്റ നിയമത്തിൻ്റെ കീഴിൽ, ഒരൊറ്റ ക്രമത്തിൻ്റെ കീഴിൽ എല്ലാം ഒരേ രീതിയിൽ തന്നെ പ്രവർത്തിപ്പിക്കുക എന്നൊരു UGC രീതി വരുമ്പോൾ അത് സർവകലാശാലകളുടെ ഓട്ടോണമി പോകുന്നു, അവയുടെ സവിശേഷതകൾ നഷ്ടമാകുന്നു, അവയ്ക്ക് സ്വയം ഭരണം എന്ന് പറയുന്ന സാധ്യത ഇല്ലാതെയാവുകയും ചെയ്യുന്നുണ്ട്. ഇതാണ് അതിൻ്റെ മറ്റൊരു വശം. പിന്നെ അങ്ങ് ചോദിച്ച ഇതിൻ്റെ ഒരു രാഷ്ട്രീയ വശം എന്ന് പറയുന്നത് UGCയെ ഉപയോഗിച്ചുകൊണ്ട്, UGCയും ചാൻസലർമാരെയും ഉപയോഗിച്ചുകൊണ്ട് ഇന്നിപ്പോൾ കേന്ദ്ര സർവകലാശാലകളുടെ നിയന്ത്രണം പൂർണ്ണമായി കേന്ദ്ര സർക്കാർ ഏറ്റെടുത്ത പോലെ തന്നെ ഇവിടെയുള്ള എല്ലാ സംസ്ഥാന യൂണിവേഴ്സിറ്റികളുടെയും ഭരണത്തിൽ കേന്ദ്രത്തിൻ്റെ കൃത്യമായ പിടിമുറുക്കലാണ് ഇതിൽ വരുന്നത്. കാരണം സെലക്ഷൻ കമ്മിറ്റിയിൽ ഒരു UGC റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും, ചാൻസലറിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ് ഉണ്ടാവും. ചാൻസലറാണ് അവസാനത്തെ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. ആ തെരഞ്ഞെടുപ്പിനെ കുറിച്ചൊരു കാര്യം കൂടി ഞാൻ പിന്നീട് പറയാം. തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഇത്തരത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഈ യൂണിവേഴ്സിറ്റികളുടെ ഒക്കെ സാമ്പത്തികമായ പിന്തുണ കൊടുക്കുന്നത് സംസ്ഥാന സർക്കാരുകളാണ് എന്നുണ്ടെങ്കിലും ഇവയുടെ പൂർണ്ണമായ നിയന്ത്രണാധികാരം ഉണ്ടാകുന്നത് സെൻട്രൽ ഗവൺമെൻറ്റിനായിരിക്കും. അവർ നിശ്ചയിക്കുന്ന ആൾ മാത്രമേ പിന്നെ വൈസ് ചാൻസലർ. UGCയുടെ റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറയുന്നത് ഇന്നത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സ്വാഭാവികമായും ഏത് രാഷ്ട്രീയത്തെ പ്രതിനിധാനം ചെയ്യുന്നവരായിരിക്കും എന്ന് നമുക്ക് വ്യക്തമായിട്ടറിയാം. ചാൻസലർമാർ, ഗവർണർമാർ ചാൻസലർമാരായ സർവകലാശാലകളുടെ കാര്യത്തിൽ ഇപ്പോൾ കേന്ദ്ര സർക്കാർ നിയോഗിക്കുന്ന ചാൻസലർമാരുടെ RSS ബന്ധം വളരെ വ്യക്തമാണ്. അപ്പോൾ ഈ കമ്മിറ്റിയിൽ മെജോറിറ്റി എന്ന് പറയുന്നത് ഒരു പക്ഷേ ഈ RSS അനുഭാവമുള്ള, ഇനി RSSുമായി നേരിട്ട് ബന്ധമുള്ള ആളുകളാകാം.
അല്ലെങ്കിൽ ആകും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ കേരളത്തിലെ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലാണെങ്കിലും മറ്റ് സെൻട്രൽ യൂണിവേഴ്സിറ്റികളിലാണെങ്കിലും നടക്കുന്നത് പോലെ അവരുടെ താല്പര്യത്തിനനുസരിച്ചുള്ള ചാൻസലർമാർ വരും എന്നുള്ള അവസ്ഥയാണ്. അത് തന്നെയാണ്. അതിൽ ഒരു ചെറിയൊരു കാര്യം കൂടിയുള്ളത്, ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഒരു യുക്തിയുണ്ട്. ഇപ്പോൾ UGC തന്നെ ഒരു പ്രൊഫസറെ തിരഞ്ഞെടുക്കണമെന്നുണ്ടെങ്കിൽ ആ മേഖലയിൽ പ്രാവീണ്യമുള്ള ഇദ്ദേഹത്തിനെ ആ പോസ്റ്റിനേക്കാൾ ഉപരിയായിട്ട് നിൽക്കുന്ന പരിചയസമ്പത്തുള്ള പ്രാവീണ്യമുള്ള 3 സബ്ജക്റ്റ് എക്സ്പേർട്സ് വേണം ആ കമ്മിറ്റിയിൽ. അവരാണ് തീരുമാനിക്കുക ആരാണ് ഏറ്റവും നല്ല ആൾ. അത് അവസാനം നടക്കുന്ന അഭിമുഖം എല്ലാം പരിഗണിച്ച് അഭിമുഖ പരീക്ഷ കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ 1, 2, 3 റാങ്ക് ഉണ്ടാക്കും. ഇയാളാണ് ഏറ്റവും നല്ല ആൾ, അടുത്ത ആൾ, രണ്ടാമത്തെ ആൾ, മൂന്നാമത്തെ ആൾ. ഈ നോമിനേഷൻസ് അല്ലെങ്കിൽ ഈ സിലക്ഷൻ നേരെ യൂണിവേഴ്സിറ്റിയുടെ എപെക്സ് ബോഡി ആയിട്ടുള്ള സിൻഡിക്കേറ്റോ എക്സിക്യൂട്ടീവ് കൗൺസിലോ പോകുന്നു. അപ്പോൾ സിലക്ഷൻ അതോറിറ്റി ഒന്ന്, അപ്പോയിൻറ്റിംഗ് അതോറിറ്റി വേറൊന്ന്. അപ്പോയിൻറ്റിംഗ് അതോറിറ്റിയിലേക്ക് ഈ സിലക്ഷൻ അതോറിറ്റി നൽകിയിരിക്കുന്നതിൽ ഒരു മാറ്റം വരുത്താനും അവകാശമില്ല. കാരണം അവർ പ്രാവീണ്യമുള്ളവരല്ല, അവർ ഭരണത്തിലിരിക്കുന്നവരാണ്. ഇവർ നൽകിയിരിക്കുന്ന ഈ ലിസ്റ്റ് പ്രകാരം അപ്പോയിൻറ്റ് ചെയ്യാം. അതിൽ മാറ്റിയിട്ട് മൂന്നാമത്തെ ആളെ ഒന്നാമത്തെ ആക്കാൻ സിൻഡിക്കേറ്റിന് അധികാരമില്ല. ഇതിലെന്തെങ്കിലും ക്രമക്കേടുണ്ടെങ്കിൽ സിൻഡിക്കേറ്റിന് പറയാം ഈ നിയമനം നടത്താൻ പറ്റില്ല, വീണ്ടും സിലക്ഷൻ നടത്തണം എന്ന് പറയാം. പക്ഷേ സിലക്ഷൻ കമ്മിറ്റി നൽകുന്ന റെക്കമെൻഡേഷന് വിരുദ്ധമായി അപ്പോയിൻറ്റിംഗ് അതോറിറ്റിക്ക് ചെയ്യാൻ അവകാശമില്ല. ഇത് UGCയുടെ തന്നെ രീതിയാണ്, ഏതൊരു സിലക്ഷനിലും ഉണ്ടാകുന്ന രീതിയാണ്. ദിസ് ഡിസ്റ്റിങ്ഷൻ ഓർ സെപ്പറേഷൻ ഓഫ് പവേഴ്സ് ഓഫ് ദി സിലക്ഷൻ അതോറിറ്റി ആൻഡ് ദി അപ്പോയിൻറ്റിംഗ് അതോറിറ്റി. ഇവിടെ ഉണ്ടാവുന്നത് എന്താ? ഇവിടെ ഉണ്ടാവുന്നത് പ്രഗത്ഭരായ 3 പേരാണ് ഈ സിലക്ഷൻ കമ്മിറ്റിയിലുള്ളത്. ഇപ്പം എൻ്റെയൊക്കെ കാര്യത്തിൽ അത് തന്നെയാണ്. വളരെ പ്രഗത്ഭരായിട്ടുള്ള 3 പേരാണ് സിലക്ഷൻ കമ്മിറ്റിയിലുള്ളത്. അവർ 3 തൊട്ട് 5 പേരുടെ പേര് കൊടുക്കണം. ഇതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്നത് ആരാ? ചാൻസലർ. ആരാണ് ചാൻസലർ? ചാൻസലർ എന്ന് പറഞ്ഞാൽ ഗവർണർ. ഭരണഘടനയുടെ ഒരു ദിക്കിലും ചാൻസലർക്ക് എന്തെങ്കിലും ക്വാളിഫിക്കേഷൻ വേണമെന്ന് പറയുന്നില്ല, സുബോധം വേണമെന്നും പറയുന്നില്ല. ഇതാണ് ഇതിൻ്റെ കഷ്ടം. എന്നാൽ ഈ ചാൻസലർ എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇതിൽ നിന്ന് ഒരാളെ തിരഞ്ഞെടുക്കാൻ? അതിനുള്ള പ്രാവീണ്യമോ അതിനുള്ള വിദ്യാഭ്യാസമോ അറിവോ അദ്ദേഹത്തിനുണ്ടോ? എന്ത് മാനദണ്ഡപ്രകാരമാണ് ഈ തിരഞ്ഞെടുക്കുന്നത് എന്നൊന്നും UGC റെഗുലേഷനിൽ പറയുന്നില്ല. ചുരുക്കം പറയുകയാണെങ്കിൽ ഫലം എന്താണെന്ന് വെച്ചാൽ നാച്ചുറൽ ജസ്റ്റിസ് അപേക്ഷിക്കുന്ന ഒരാൾക്ക് നാച്ചുറൽ ജസ്റ്റിസ് എക്സ്പെക്റ്റ് ചെയ്യണമല്ലോ. ഞാൻ അപേക്ഷിക്കുന്നു, ഞാനാണ് ഏറ്റവും നല്ല കാൻഡിഡേറ്റ് എന്നുണ്ടെങ്കിൽ എനിക്ക് കിട്ടാനുള്ള അവകാശം എനിക്കുണ്ടല്ലോ. എനിക്ക് നല്ല അല്ലെങ്കിൽ കിട്ടാതിരിക്കാനുമുള്ള അവകാശമുണ്ട്. അതനുസരിച്ചല്ലാതെ വളരെ ആർബിറ്ററിനെസ് ഇതിനകത്തേക്ക് ചേർക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ കമ്മിറ്റി ഏറ്റവും നല്ല ആളുടെ പേര് കൊടുത്താലും അയാളുടെ പേര് സ്വീകരിക്കാതെ വേറെ ആളെ സ്വീകരിക്കാൻ ചാൻസലർക്ക് അവകാശം കൊടുക്കുന്ന സ്ഥിതി. ഇത് പറയുമ്പോൾ നമ്മൾ ഇപ്പോൾ സർവകലാശാലകൾ എന്ന് പറയുന്നത് സ്വയംഭരണാവകാശമുള്ള സ്ഥാപനങ്ങളാണ്. അതിന് താഴേക്ക് കോളേജുകൾക്ക് അധികാരം കൊടുക്കുന്ന കാലത്താണ് നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നത്. കൂടുതൽ ഓട്ടോണമി കോളേജുകൾക്ക് കൊടുക്കണം എന്ന ആർഗ്യുമെൻ്റ് വരുന്നുണ്ട്. അതാണ് ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാൻ വേണ്ടത് എന്നുള്ള ആർഗ്യുമെൻ്റുണ്ട്. അതുപോലെ ഈ സ്വകാര്യ മേഖലയുടെ സർവകലാശാലകൾ കൂടുതലായിട്ടും അവർ സ്വാഭാവികമായിട്ടും കൂടുതൽ ഓട്ടോണമി ഉള്ള സ്ഥാപനങ്ങളായിരിക്കും. അപ്പം ഇതിങ്ങനെ എന്താ പറയുക, നമ്മളുടെ റെസ്ട്രിക്ഷൻസിനെ മാറ്റിക്കൊണ്ട് കുറെ കൂടെ വിശാലമാക്കുകയും കുറെ കൂടെ ജനാധിപത്യവൽക്കരിക്കപ്പെടുകയും കുറെ കൂടെ പുതിയ അറിവുകളെ സ്വാംശീകരിക്കാൻ പാകത്തിലേക്ക് വളരുകയും ചെയ്യുന്ന ഒരവസരത്തിൽ ഇവിടെ നേരെ തിരിച്ച് ഈ സർവകലാശാലകളെ മുഴുവൻ ഒരധികാരത്തിൻ്റെ കീഴിലേക്ക് കൊണ്ടുവരിക, അല്ലെങ്കിൽ UGC എന്ന് പറയുന്ന ഒരു ബോഡിയുടെ കീഴിലേക്ക് കൊണ്ടുവരികയും UGCയെ വേറൊരു അധികാര കേന്ദ്രം നിയന്ത്രിക്കുകയും ചെയ്യും. അങ്ങനത്തെ ഒരു സിസ്റ്റത്തിലേക്ക് പോവുകയാണോ ഇപ്പോൾ സംഭവത്തിൻ്റെ? നിങ്ങൾ സൂചിപ്പിച്ചത് ഏറ്റവും വലിയ വൈരുദ്ധ്യമാണ്. സ്വകാര്യ സർവകലാശാലകൾക്ക് അവർക്ക് ഇഷ്ടമുള്ള പോലെ കാര്യങ്ങൾ മുഴുവനും ചെയ്യാനുള്ള സ്വാതന്ത്ര്യം കൊടുക്കുന്നു. പോരാ ഡീംഡ് യൂണിവേഴ്സിറ്റീസ്, ഈ ഡീംഡ് യൂണിവേഴ്സിറ്റീസ് സവിശേഷമായ സാഹചര്യങ്ങൾക്കകത്ത് ഉണ്ടാക്കപ്പെടുന്നവയാണ്. 99% ഡീംഡ് യൂണിവേഴ്സിറ്റീസും സ്വകാര്യ നിയന്ത്രണത്തിലുള്ളതാണ്. അവിടെ ഒന്നും ഇത്തരത്തിലുള്ളൊരു നിയമമില്ല. ഈ നിയമങ്ങൾ മുഴുവനും പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ സാഹചര്യത്തിലാണ്. അതൊരു വിധത്തിൽ പറയാം, കാരണം സർക്കാരിൻ്റെ പൈസ കൊടുക്കുന്നതുകൊണ്ട് സർക്കാരിന് അതിൽ നിയന്ത്രണം വേണമെന്നുള്ളത്. പക്ഷേ ഇതിൻ്റെ ഫലം എന്ന് പറയുന്നത് ഒരു വശത്ത് സ്വകാര്യ സർവകലാശാലകളും സ്വകാര്യ കോളേജുകളുമൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യത്തിലേക്ക് ഓട്ടോണമിയിലേക്ക് പോകുമ്പോൾ
അത്തരം ഓട്ടോണമി നമ്മുടെ പബ്ലിക് യൂണിവേഴ്സിറ്റീസിനെ പൂർണ്ണമായും നിഷേധിച്ചുകൊണ്ട് അവർക്ക് വികസിക്കാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള അസിം പ്രേംജിയോ അല്ലെങ്കിൽ അശോക യൂണിവേഴ്സിറ്റിയോ തുടങ്ങുന്ന വളരെ വ്യത്യസ്തമായൊരു പ്രോഗ്രാം തുടങ്ങാൻ ഇന്നത്തെ അവസ്ഥയിൽ ഒരു പബ്ലിക് യൂണിവേഴ്സിറ്റിയിൽ വലിയ ബുദ്ധിമുട്ടുണ്ട്. അത് ഫാക്കൽറ്റി തയ്യാറാകാത്തത് കൊണ്ടല്ല, അല്ലെങ്കിൽ അവിടുത്തെ ആളുകൾക്ക് അത് ചെയ്യണ്ടെന്നില്ലാത്തത് കൊണ്ടല്ല. പക്ഷേ ഇതിൻ്റെ ഒരു ക്രമം അനുസരിച്ച്, രീതികളും നിയമങ്ങളും അനുസരിച്ച് അത്തരം ഒരു പ്രോഗ്രാം തുടങ്ങാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇവിടെ. അത് കൂടുതൽ അത്തരത്തിൽ വരികയും ചെയ്യുന്നുണ്ട്. സ്വാഭാവികമായിട്ടും ഒരു കാര്യം സംശയിക്കാം, ഇത്തരം അമിതമായ അധികാരം UGC പബ്ലിക് യൂണിവേഴ്സിറ്റീസിൻ്റെ പുറത്ത് ഉപയോഗിച്ച് അവയെ ഇങ്ങനെ നിയന്ത്രിച്ച് റെസ്ട്രിക്റ്റ് ചെയ്ത് നിർത്തുന്നത് ആത്യന്തികമായി സ്വകാര്യ സർവകലാശാലകളെ സഹായിക്കാനാണോ എന്ന സംശയം നമുക്ക് സ്വാഭാവികമായിട്ട് ഉയർത്താം. അതവിടെ നിൽക്കുന്നുണ്ട്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, ആരാണ് ഇതിൽ തീരുമാനമെടുക്കേണ്ടത്? എന്താണ് യഥാർത്ഥത്തിൽ UGC ഒരു ഗ്രാൻഡ് ഗിവിങ് ബോഡിയാണ്, ഗ്രാൻഡ്സ് കൊടുക്കുന്ന ബോഡിയാണ്. അവർക്ക് സർവകലാശാലകൾ കൂടുതൽ ഉന്നതമായ രീതിയിലേക്ക് എത്തുവാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാം. അല്ലാതെ അവർ നിയമങ്ങൾ വെച്ചിട്ട് നിങ്ങളുടെ ഇന്ന രീതിയിൽ ചട്ടപ്പടിയാക്കണമെന്ന് പറയുന്നതിനല്ല UGCയുടെ. കോർഡിനേഷൻ ആൻഡ് മെയിൻ്റനൻസ് ഓഫ് സ്റ്റാൻഡേർഡ്സ്, ദേ ക്യാൻ സജസ്റ്റ് ഇംപ്രൂവ്മെൻറ്റ്സ് ടു യൂണിവേഴ്സിറ്റി ഇൻ കൺസൾട്ടേഷൻ വിത്ത് ദം. ഇപ്പോൾ അതിന് പകരം നിങ്ങൾ പറഞ്ഞ പോലെ മറ്റൊരു അധികാര കേന്ദ്രമായിട്ട് മാറുകയാണ്. ആ അധികാര കേന്ദ്രം എന്ന് പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു എക്സ്റ്റൻഷനായിട്ടുള്ള ഒരു അധികാര കേന്ദ്രം. അപ്പോൾ ഇതിൽ 2-3 കാര്യങ്ങൾ ഉണ്ടാവുന്നുണ്ട്. ഒന്ന്, യൂണിവേഴ്സിറ്റികളുടെ സ്വയംഭരണാവകാശം നഷ്ടപ്പെടുന്നു. ഇൻറ്റേർണലായിട്ട് അവരുടെ ലക്ഷ്യങ്ങളും അവരുടെ താല്പര്യങ്ങളും അക്കാദമികമായ ഒബ്ജക്റ്റീവ്സും വെച്ചിട്ട് യൂണിവേഴ്സിറ്റി എങ്ങനെ മുൻപോട്ട് കൊണ്ടുപോകണം എന്ന് നിർണ്ണയിക്കാനുള്ള സ്വാതന്ത്ര്യം നഷ്ടപ്പെടുന്നു. 2, ഓരോ സംസ്ഥാന സർക്കാരും അവിടുത്തെ നിയമസഭയും അവിടുത്തെ സർവകലാശാലകൾക്ക് എന്തൊക്കെ രീതിയിൽ മുൻപോട്ട് പോകണം എന്ന് ആലോചിച്ച് തീരുമാനിക്കാനുള്ള അവരുടെ അവകാശം നഷ്ടപ്പെടുന്നു. മാത്രമല്ല, എല്ലാം ഒറ്റ മൂശയിലേക്ക് ഒതുക്കുന്നത് കാരണം രാജ്യത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള വ്യത്യസ്ത ജനങ്ങൾക്ക് ആവശ്യമായ രീതിയിലുള്ള വിദ്യാഭ്യാസം കൊടുക്കാനുള്ള സർവകലാശാലകളുടെ സാധ്യത മുരടിപ്പിക്കപ്പെടുന്നു. ഞാൻ അവിടെ ഒരു കാര്യം ചോദിച്ചോട്ടെ. ഈ അവസാനം പറഞ്ഞ കാര്യത്തിൽ നമ്മൾ കേരളത്തിൻ്റെ ഒരു ഉദാഹരണം എടുത്ത്, കാലിക്കറ്റ് സർവകലാശാലയുണ്ട്. കാലിക്കറ്റ് സർവകലാശാലയുടെ അത് സ്ഥിതി ചെയ്യുന്ന പ്രദേശത്തിൻ്റെ ഭൂപ്രകൃതി ഒരുപക്ഷെ ഭിന്നമായിരിക്കാം, അവിടുത്തെ ഡെമോഗ്രഫി ഭിന്നമായിരിക്കാം. ആ ഡെമോഗ്രഫിയിൽ തന്നെ പല തരത്തിലുള്ള വൈവിധ്യങ്ങളുണ്ടാവാം, ചില തരത്തിലുള്ള കോൺസെൻട്രേഷൻ ഉണ്ടാവും. ഇതിനൊക്കെ അഡ്രസ്സ് ചെയ്തിട്ടായിരിക്കും ആ യൂണിവേഴ്സിറ്റി ചിലപ്പോൾ അവരുടെ പ്രോഗ്രാം ഡിസൈൻ ചെയ്യുന്നത്, അവിടെ ചില ഗവേഷണ സംവിധാനങ്ങൾ ഒരുക്കുന്നത്, പഠന സംവിധാനങ്ങൾ ഒരുക്കുന്നത് ഒക്കെ. അപ്പോൾ ഇത്തരം വൈവിധ്യങ്ങളെ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഒരു രീതി ഈ സർവകലാശാലകൾക്കും പഠന സമ്പ്രദായത്തിനും ഒക്കെ വേണം. അതിനെ മാറ്റിക്കൊണ്ട് ഇതിനെല്ലാം ഒറ്റ സ്വഭാവത്തിലേക്ക് കൊണ്ടുവരിക എന്ന് പറയുന്ന, നമ്മളിപ്പോൾ ഈ ഒരു രാജ്യം ഒരു തിരഞ്ഞെടുപ്പ്, ഒരു രാജ്യം ഒരു നിയമം എന്നൊക്കെ പറയുന്ന വിധത്തിലുള്ള ഒരു ചിട്ടപ്പെടുത്തലുണ്ട്. അതെ, ഞാനൊരു ഉദാഹരണം, വ്യക്തമായൊരു ഉദാഹരണം പറയാം. ശ്രീ ശങ്കരാചാര്യ സർവകലാശാല നിൽക്കുന്നത് പാരിസ്ഥിതികമായി വളരെ ലോലമായൊരു പ്രദേശത്താണ്. ആ സർവകലാശാല തന്നെ 2 പ്രാവശ്യം വെള്ളപ്പൊക്കത്തിന് വിധേയമായി. അവിടെ ഇപ്പോൾ വർക്ക് ചെയ്യുന്നത് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആൻഡ് മിറ്റിഗേഷൻ്റെ ഒരു പ്രോഗ്രാം തുടങ്ങി, അതിനൊരു സെൻറ്റർ തുടങ്ങി. മാത്രമല്ല, അടുത്തുള്ള ഒരു പഞ്ചായത്തിൽ അവർക്ക് പൂർണ്ണമായി ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ളൊരു പ്ലാൻ യൂണിവേഴ്സിറ്റി സമർപ്പിച്ചു കഴിഞ്ഞു. ഒട്ടും താമസിയാതെ ഒരു 20ഓളം ഇത്തരം അതിലോല പ്രദേശങ്ങളിലുള്ള പഞ്ചായത്തുകൾക്ക് വേണ്ടിയിട്ടുള്ള ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൻ്റെ സിസ്റ്റം കൊടുക്കുന്നു. ഇത് അങ്ങോട്ട് കൊടുക്കൽ മാത്രമല്ല, ഇത് ശരിക്ക് ജ്ഞാനമെന്ന് പറയുന്നത് അവരുടെ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മളിതിനെ പഠിച്ചിട്ട് അവർക്ക് വേണ്ട ഒരു സംഗതി കൊടുക്കുന്നത്. ഇതൊരു മ്യൂച്വൽ ട്രാൻസ്ഫർ ഓഫ് നോളജാണ്. യൂണിവേഴ്സിറ്റി എന്ന് പറഞ്ഞാൽ ഏതോ മുകളിൽ നിൽക്കുന്ന സംഗതിയല്ല. കമ്മ്യൂണിറ്റിയായിട്ട് ചേർന്ന് അവരുടെ ആവശ്യങ്ങളനുസരിച്ചും അവരുടെ ജ്ഞാനങ്ങളെ വിനിയോഗിച്ചുകൊണ്ടും ഒരു മ്യൂച്വൽ എഡ്യൂക്കേഷൻ പ്രോസസ്സാണ്. ഇതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ്. ഇത്തരത്തിലാണ് സർവകലാശാലകൾ പ്രവർത്തിക്കേണ്ടത്. നമ്മളുടെ ഒരു ഭാരം എന്ന് പറഞ്ഞാൽ അടുത്തിടെ വരെ അത്തരത്തിലല്ല ഉണ്ടായിരുന്നത്. കുറേ പ്രോഗ്രാമുകൾ ഇങ്ങനെ തുടരുന്നു, അത് പണ്ടുണ്ടായിരുന്നത് കൊണ്ട് ഇന്നും തുടരുന്നു എന്ന രീതിയിൽ നിന്നും ഇന്നിപ്പോൾ മിക്ക സർവകലാശാലകളും മാറി തുടങ്ങിയിട്ടുണ്ട്.
അവരുടെ സമൂഹം ഏതോ, അവരുടെ കമ്മ്യൂണിറ്റി ഏതോ, ആ കമ്മ്യൂണിറ്റിയുടെ ആവശ്യങ്ങളനുസരിച്ചും അവരുടെ ആസ്പിറേഷൻസ് അനുസരിച്ചും. ഇപ്പോൾ സംസ്കൃത സർവകലാശാലയിൽ പഠിക്കാൻ വരുന്ന വലിയൊരു ഭൂരിപക്ഷം കുട്ടികൾ വളരെ നിർധനമായ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വരുന്നവരാണ്. അവരുടെ താല്പര്യങ്ങൾ അല്ലെങ്കിൽ അവരുടെ ആസ്പിറേഷൻസ് എന്ന് പറയുന്നത് IIT-യിലുള്ള കുട്ടികളുടെ ആസ്പിറേഷൻസ് അല്ല. ആ ആസ്പിറേഷൻസിനെ അഡ്രസ്സ് ചെയ്ത് തന്നെ വേണം നമുക്കവിടെ ചെയ്യാനായിട്ട്. പക്ഷേ ഈ പറഞ്ഞ പോലെ ഒരൊറ്റ നിയമം, ഒരൊറ്റ രീതി എന്ന് വന്നു കഴിഞ്ഞാൽ അത് അസാധ്യമായി പോകും. പലപ്പോഴും ഇത്തരം നിയമങ്ങൾ ഉണ്ടാക്കുന്നതിലൊക്കെ തന്നെ വളരെ ഏർബനായിട്ടുള്ള ഡൽഹി, ബോംബെ, ഇത് ഡൽഹിയിലായിരുന്നാണല്ലോ ഈ നിയമങ്ങൾ ഉണ്ടാക്കുന്നത്. ആ ഒരു പ്രദേശത്തെ ആവശ്യങ്ങളും അവിടുത്തെ ഒരു ചിന്താഗതിയും അതിൻ്റെ ഒരു സമീപനമൊക്കെ തന്നെയാണ് ഇതിനകത്ത് വരുന്നത്. അപ്പോൾ 3 or 4 അത്തരം അക്കാദമിക്കുകൾ ഉണ്ടാക്കുന്ന റെഗുലേഷൻ ഈ രാജ്യത്തിന് മുഴുവനും ബാധകമായി മാറുന്നത് വലിയ ആപൽക്കരമാണത്. ആപൽക്കരം എന്ന് ഞാൻ പറയുന്നത് ഒരു വശത്ത് അമിതമായ കേന്ദ്രീകരണം നടക്കുന്നു എന്ന അർത്ഥത്തിൽ മാത്രമല്ല, അത് നമ്മുടെ സമുദായത്തിനും സമൂഹത്തിനും, സമുദായം ഞാൻ ഉദ്ദേശിച്ചത് ആ ഒരു പ്രത്യേക സർക്കിളിലുള്ള സമൂഹം, അവയ്ക്ക് ആവശ്യമായ രീതിയിലുള്ള പഠനക്രമങ്ങളും പ്രോഗ്രാമുകളും തുടങ്ങാൻ യൂണിവേഴ്സിറ്റികളെ സഹായിക്കാത്ത മട്ടിലേക്കാണ് അത് എത്തിച്ചേരുക. അതാണ് ഇതിൻ്റെ ഒരു ആപൽക്കരം എന്ന് പറയുന്നത്. ഇത് പറയുമ്പോൾ ഇപ്പോൾ ഡൽഹി കേന്ദ്രീകരിച്ചുണ്ടാകുന്ന നിയമനിർമ്മാണത്തിന് ഈ ഒരു പ്രശ്നമുണ്ട്. അത് മുൻകാലത്തും ഉള്ളതാണ്. അതായത് അവർ കാണുന്നത്, അവരുടെ മുമ്പിലുള്ളത്, അതിനനുസരിച്ചാണ് അവർ ബാക്കിയുള്ള പ്രദേശങ്ങളിലേക്കൊക്കെയുള്ള നിയമനിർമ്മാണത്തെക്കുറിച്ച് ചിന്തിക്കുക എന്നുള്ളൊരു പ്രശ്നമുണ്ട്. ഈ പ്രശ്നത്തെ പുതിയൊരു രാഷ്ട്രീയ സംവിധാനം അധികാര തുടർച്ചയിലേക്ക് വരികയും അവർ ഒരു ഹിന്ദുത്വ രാഷ്ട്രത്തിൻ്റെ മാനദണ്ഡങ്ങൾക്കൊപ്പിച്ചുള്ള നിയമനിർമ്മാണങ്ങളും മാറ്റങ്ങളും നിലവിലുള്ള നിയമങ്ങൾ തന്നെ അതിനുവേണ്ടി ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു ഘട്ടത്തിൽ ഇത് കുറേ കൂടെ ആപൽക്കരമായിരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് കേരളം പോലെ അവർക്ക് ഇപ്പോഴും ഒരു തിരഞ്ഞെടുപ്പ് സ്വാധീനം ഉണ്ടാക്കിയെടുക്കാൻ കഴിയാത്തൊരു സ്ഥലത്ത് പെനിട്രേറ്റ് ചെയ്യാൻ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ പറ്റുന്നൊരു ടൂളായിരിക്കും ഇത്തരം സംഗതി. തീർച്ചയായും ഇതാണ് ഇതിൻ്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള സംഗതി. ഇതിൻ്റെ ഫലം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാന സർവകലാശാലകളിലും മുകളിൽ നിന്നുള്ള അധികാരം അവർക്ക് കിട്ടുന്നു. ഇപ്പോൾ തന്നെ പല സർവകലാശാലകളിലും സിലബസിൻ്റെ തലത്തിലും കരിക്കുലത്തിൻ്റെ തലത്തിലും ഒക്കെ തന്നെ വളരെ വലതുപക്ഷ സ്വഭാവമുള്ള പല ഘടകങ്ങളും ചേർത്ത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. വലതുപക്ഷത്തിന് യോജിപ്പില്ലാത്ത പലതും നീക്കം ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നു. സുധാമൂർത്തിയുടെ ഒരു ലേഖനം എടുത്തു വയ്ക്കുകയും അംബേദ്കറിൻ്റെ ഒരു ലേഖനം നീക്കം ചെയ്യുകയും, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ലേഖനങ്ങൾ ഐൻസ്റ്റൈനിൻ്റെയും റസലിൻ്റെയും നെഹ്റുവിൻ്റെയും ഒക്കെ ലേഖനങ്ങൾ നീക്കം ചെയ്ത് മറ്റു ചിലരുടെ ലേഖനങ്ങൾ ഉൾപ്പെടുത്തുകയൊക്കെ ചെയ്യുന്ന ഒരു ഐഡിയലോജൈസേഷൻ, ഒരു പ്രത്യേക ശാസ്ത്രവൽക്കരണം കൃത്യമായി സിലബസിൻ്റെ ഒക്കെ തലത്തിൽ നടക്കുന്നുണ്ട്. ഇത് ആ തലത്തിൽ നടക്കുമ്പോൾ ഈ ഘടനാപരമായിട്ട് തന്നെ ഇതിന് ഇത്തരത്തിൽ മാറ്റിയെടുക്കുമ്പോൾ പിന്നെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ അധ്യാപകരുടെ നിയമനം, അനധ്യാപകരുടെ നിയമനം, നയപരിപാടികൾ എന്തായിരിക്കണം, എന്തിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്, ഏത് തരത്തിലുള്ള ദിവസങ്ങളാണ് ആഘോഷിക്കേണ്ടത്, ഇങ്ങനെയുള്ള ഒരു സർവകലാശാലയുടെ ദൈനംദിന ജീവിതത്തിൻ്റെ ഓരോ സംഗതിയിലും നിയന്ത്രണം വരുന്ന അവസ്ഥയിലേക്ക് എത്തും. അത് കൃത്യമായ ഹിന്ദുത്വവൽക്കരണത്തിലേക്ക് അത് നീണ്ടുപോവുകയും ചെയ്യും. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്നുള്ളത്, ഉന്നത വിദ്യാഭ്യാസം പ്രാഥമിക വിദ്യാഭ്യാസം പോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസം പ്രത്യേകിച്ച് വലതുപക്ഷത്തിന് വളരെ ഗൗരവമായ ഒരു മേഖലയാണ്. കാരണം അവിടെയാണ് ജ്ഞാനങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത്, നിർമ്മിക്കപ്പെടുന്നത്. നോളജ് പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് അവിടെയാണ്. നിങ്ങൾക്ക് ഒരു സാമൂഹികമായ ഒരു അവസ്ഥയെക്കുറിച്ച് വിമർശനാത്മകമായി പഠിക്കാനുള്ള കെൽപ്പില്ലാത്ത കുട്ടികളാക്കി കഴിഞ്ഞാൽ അത്തരം വിമർശനം ഇല്ലാതെയാവും. നിങ്ങൾ കേവലം പഴയതിനെ മാത്രം ആഘോഷിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അത്തരം വിമർശനാത്മക പഠനങ്ങൾ പൂർണ്ണമായി നഷ്ടമാവുകയും ചെയ്യും. യഥാർത്ഥത്തിലുള്ള സയൻസും ഇല്ലാതെയാവും. അപ്പോൾ ഇത്തരത്തിൽ ഒരു ഫേക്ക് എഡ്യൂക്കേറ്റീവ് സിസ്റ്റം ഉണ്ടാക്കിയെടുക്കുന്ന, അവരുടെ കൃത്യമായ നയങ്ങളും അവരുടെ സങ്കല്പനങ്ങളും
അവരുടെ ചരിത്രത്തെക്കുറിച്ചും രാജ്യത്തെക്കുറിച്ചുമുള്ള അവരുടെ ബോധത്തെയുമെല്ലാം അരക്കിട്ടുറപ്പിക്കുന്ന ഒരു സമ്പ്രദായമായിട്ട് ഉന്നത വിദ്യാഭ്യാസം മാറുകയാണ് ചെയ്യുന്നത്. ഞാനിത് മുമ്പൊരിക്കൽ പറയലുണ്ടായിട്ടുണ്ട്. ഇത് നമ്മൾ കൃത്യമായിട്ട് ഇതിൻ്റെ മുൻ മാതൃകകൾ നോക്കുകയാണെങ്കിൽ ഇത് ജർമ്മനിയിൽ കൃത്യമായിട്ട് ഇതിൻ്റെ മാതൃക നമുക്ക് കാണാൻ കഴിയും. അവിടെ ഏറ്റവും താഴ്ന്ന തലത്തിൽ കിൻഡർ നാറ്റ്സീസ് എന്ന രീതിയിൽ കുട്ടികളെ വരെ സംഘടിപ്പിച്ചു കൊണ്ടുവന്ന് ഒടുവിൽ യൂണിവേഴ്സിറ്റി തലത്തിൽ തന്നെ അവർക്ക് പഥ്യമായ കാര്യങ്ങൾ മാത്രം പഠിപ്പിക്കുകയും അവർക്ക് പഥ്യമായ ആളുകൾ മാത്രം പ്രൊഫസർമാരായും അധ്യാപകരായും ഇരിക്കുന്ന ഒരു സംവിധാനം ഇതിൽ നിന്നും വളരെ അകലെയല്ല. ഇത് നേരത്തെ തന്നെ നമുക്ക് കാണാൻ കഴിയും. കേരളത്തിൻ്റെ കാര്യമെത്തുമ്പോൾ ഇത് കൂടുതൽ ശക്തമായിട്ട് മാറുകയാണ്. കാരണം ബാക്കി എന്തൊക്കെ പറഞ്ഞാലും ശരി, കേരളത്തിലേക്ക് അത്രയധികം ഒരു കടന്നുകയറ്റം സാധിക്കാതെ വരുമ്പോൾ ഇത് വളരെ ദീർഘദർശിത്വത്തോടു കൂടി ചെയ്യുന്ന ഒരു കാര്യമാണ്. ദേ ആർ ക്രിയേറ്റിംഗ് എ പോപ്പുലേഷൻ അമനബിൾ ടു ദെയർ ഇൻട്രസ്റ്റ്. അതിനുവേണ്ടി ഉന്നത വിദ്യാഭ്യാസത്തെ ഉപയോഗിക്കുന്നൊരു സാഹചര്യമാണ് ഉണ്ടാകുന്നത്. വളരെ കരുതലോടെ നോക്കേണ്ട കാര്യമാണ് ഇത്. പക്ഷേ സങ്കടകരം എന്ന് പറയുന്നത് പലപ്പോഴും യൂണിവേഴ്സിറ്റികൾക്കകത്തുള്ള ആളുകൾക്ക് തന്നെ ഇത് മനസ്സിലാവുന്നില്ല. ഇത് അവർക്ക് മനസ്സിലാവുന്നില്ല. അവർ ഇത് ഒരു മാറ്റം എന്ന് മാത്രമാണ് കാണുന്നത്. പക്ഷേ ഇത് സമൂലമായൊരു മാറ്റത്തിലേക്കാണ് ഇത് പോകുന്നതെന്നും യഥാർത്ഥത്തിലുള്ള ജ്ഞാനവിതരണവും ജ്ഞാനോൽപാദനവും സാധ്യമല്ലാതെ ആക്കുന്ന ഒരു നിലയിലേക്ക് എത്തിച്ചേരുമെന്നും മനസ്സിലാക്കേണ്ടതാതും സർവകലാശാലകളിലെ ആളുകൾ തന്നെയാണ്, അധ്യാപകരാണ്. പക്ഷേ നിർഭാഗ്യവശാൽ അത് വേണ്ട പോലെ ഉണ്ട് എന്നെനിക്ക് തോന്നുന്നില്ല.